അധ്യാപകന്റെ കൈവിട്ട കേസിൽ പ്രതി സവാദ് എൻഐഎ കസ്റ്റഡിയിലായി. മാസം 27 വരെയാണ് എൻഐഎ കസ്റ്റഡിയിൽ സവാദ് ഉണ്ടായിരിക്കുക. ഒന്നാം പ്രതി സവാദിനെ 10 ദിവസത്തേക്കാണ് എൻഐഎ കസ്റ്റഡിയിൽ വിട്ടത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ലക്ഷ്മി, നേരത്തെ പിടിയിലായപ്പോൾ തന്നെ സവാദിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് എന്നെ അറിയിച്ചിരുന്നു. കാരണം 13.5 വർഷത്തിന് ശേഷമാണ് ഇയാൾ പിടിയിലായത്. എവിടെയെല്ലാമാണ് ഒളിവിൽ കഴിഞ്ഞത്? അതായത് മതനിന്ദ ആരോപിച്ചുകൊണ്ട്, ചോദ്യപേപ്പറിൽ പ്രവാചക നിന്ദ ആരോപിച്ചുകൊണ്ട് തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായ പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ വലത് കൈപ്പത്തി വെട്ടിമാറ്റിയ കൃത്യം നടത്തിയ ശേഷം 2010 ജൂലൈ 4-ന് ഇത്തരത്തിൽ കൃത്യം നടത്തിയ ശേഷം അന്ന് മുതൽ ഇയാൾ ഒളിവിലായിരുന്നു. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തയാളാണ് സവാദായിരുന്നു അധ്യാപകന്റെ വലത് കൈപ്പത്തി മറ്റുള്ള പ്രതികൾ പിടിച്ചു വലിച്ചു നൽകിയ ആ കൈപ്പത്തി വെട്ടിമാറ്റിയ കൃത്യം ക്രൂരത നടത്തിയതും സവാദായിരുന്നു. അതിനുശേഷം ഈ ആയുധവുമായി മഴുവുമായിട്ടാണ് അയാൾ രക്ഷപ്പെട്ടത്. പല ഭാഗങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. കേരളത്തിനകത്തും പുറത്തും വിദേശങ്ങളിലും ഒളിവിൽ കഴിഞ്ഞതായ ഒരു വിവരമാണ് എൻഐഎക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ടാണ് ഇയാളെ 10 ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത്. അങ്ങനെ ഈ മാസം 27 വരെ കൊച്ചിയിലെ പ്രത്യേക എൻഐഎ കോടതി അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ, എൻഐഎയുടെ കസ്റ്റഡിയിൽ സവാദിനെ വിട്ടു നൽകിയിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പ് നടപടികളും ഒപ്പം തന്നെ ഈ കൃത്യത്തിന് ഉപയോഗിച്ച ആയുധം കണ്ടെത്താനുള്ള ഒരു നടപടികളും തന്നെ പൂർത്തിയാക്കും. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് സവാദിന്റെ തിരിച്ചറിയൽ പരേഡായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട നടപടി എന്ന് പറയുന്നത്. അത് ഇന്നലെ പൂർത്തിയാക്കിയിരുന്നു. സവാദ് റിമാൻഡിലുള്ള എറണാകുളം സബ് ജയിലിൽ എത്തിച്ചാണ് ഈ തിരിച്ചറിയൽ പരേഡ് നടപടികൾ പൂർത്തിയാക്കിയത്. അതിൽ പ്രൊഫസർ ടി.ജെ. ജോസഫ് സവാദിനെ തിരിച്ചറിഞ്ഞു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരിച്ചറിയൽ പരേഡ് നടത്തുന്നതിന് മുമ്പ് തന്നെ അധ്യാപകൻ വ്യക്തമാക്കിയ കാര്യമെന്ന് പറയുന്നത് ഈ ക്രൂരകൃത്യം നടത്തിയ തന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ ആളെ ഏത് സാഹചര്യത്തിലും തിരിച്ചറിയാൻ കഴിയുമെന്ന വലിയൊരു ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. ജിജീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.